ഇത് ഇന്ന് എൻ്റെ വീട്ടിൽ ചാടി കിട്ടിയ മാങ്ങ കേട്ടോ. ഇതിനകത്ത് തുറക്കുമ്പോൾ ഒരു അത്ഭുതം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് തുറക്കുമ്പോൾ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല, പക്ഷെ തുറന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും ചങ്ക് പടച്ചു കേട്ടോ. നമുക്ക് ആറ്റ് നോറ്റിരുന്നൊരു മാങ്ങ കിട്ടിയിട്ട് അത് മുറിച്ച് കഴിയുമ്പോൾ ഇങ്ങനെയാകുമ്പോഴൊരവസ്ഥ, ഇത് വല്ലാത്തൊരവസ്ഥയാണല്ലേ. സങ്കടമോ എന്തോ ദേഷ്യം വരുന്നത്, ഈ പുഴുക്കൾക്കൊന്നും വേറെ പണിയില്ലെന്ന് വരെ തോന്നിപ്പോവും. അപ്പോൾ ഇന്ന് ഞാനൊരു പ്രതിജ്ഞ എടുത്തു, ഇനി മേലാൽ ഒരു മാങ്ങ പോലും പുഴുക്കൾക്ക് കൊടുക്കാതെ മൊത്തം മാങ്ങയും എൻ്റെ വയറ്റിലാക്കാനുള്ള ഒരു വിദ്യ അത് ഉടനെ തന്നെ കണ്ടുപിടിക്കണം. അങ്ങനെ യൂട്യൂബ് സ്ക്രോൾ ചെയ്തപ്പോൾ കിട്ടിയ ഒരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഇങ്ങനെ ചെയ്താൽ 100% എഫക്റ്റീവാണ് കേട്ടോ. നമുക്ക് ഒരു മാങ്ങ പോലും പുഴുയുടെ വയറ്റിൽ പോവാതെ മുഴുവൻ മാങ്ങയും നമ്മുടെ വയറ്റിലാക്കാനുള്ള ഒരു കിഡിലൻ ടിപ്പാണ്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ മൂപ്പ് എത്തിക്കഴിയുമ്പോഴാണ് ആക്ച്വലി ഈ പുഴുക്കളൊക്കെ മാങ്ങയുടെ ഉള്ളിലോട്ട് കയറണത്. അപ്പോൾ അതിന് മുന്നേ മൂപ്പ് ആവണതിൻ്റെ തൊട്ട് മുന്നേയുള്ള അവസ്ഥയിൽ നമുക്കിതുപോലെ മാങ്ങകളെല്ലാം പറിച്ച് വയ്ക്കാം കേട്ടോ. എന്നിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വേണ്ടി വയ്ക്കാം. വലിയ പാത്രമായാലും എളുപ്പത്തിൽ പണി കഴിയും. ഇതിപ്പോൾ ഞാൻ ചെറിയൊരു പാത്രത്തിലാണ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചേക്കുന്നത് കേട്ടോ. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ മാങ്ങയും, ചെറിയ പാത്രത്തിലാകുമ്പോൾ നമ്മൾ ഓരോ മാങ്ങ ചെയ്യണം, അല്ലെങ്കിൽ വലിയ പാത്രത്തിലാണെങ്കിൽ നമുക്ക് എല്ലാ മാങ്ങയും കൂടി ഒരുമിച്ചിടാം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ് കേട്ടോ. ഇത് നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓരോ മാങ്ങയും ഇതുപോലെ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ജസ്റ്റ് ഇട്ടിട്ട് ഒന്ന് ഫ്ലിപ്പ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് അപ്പം തന്നെ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഒരു കോട്ടൺ തുണിയിൽ നല്ലപോലെ തുടച്ചിട്ടെടുക്കുക കേട്ടോ. കുറച്ച് മെനക്കെട്ട പണിയാണ്, പക്ഷേ കാശൊന്നും കൊടുക്കാതെ മുഴുവൻ മാങ്ങയും നമ്മുടെ വയറ്റിലാക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാ മാങ്ങയും ചെയ്ത് വെക്കാം കേട്ടോ. എന്നിട്ട് ഞാനതൊരു തുണിയിലോ അല്ലെങ്കിൽ നമ്മൾ ചാക്കിലോ പൊതിഞ്ഞ് വെച്ചിട്ട് അത് പഴുപ്പിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ തുണിയിലെല്ലാം പൊതിഞ്ഞ് വെച്ചിട്ട് ഇത് മാങ്ങ, ഒരു പഴുത്ത മാങ്ങ എല്ലാം പഴുത്തു കേട്ടോ. അതിനകത്ത് ഒരു മാങ്ങ പഴുത്തത് ഞാൻ നിങ്ങൾക്ക് ചെത്തി കാണിച്ചു തരാമെന്ന് വേണ്ടി എടുത്തുകൊണ്ട് വന്നതാണ്. ഇത് 100% വർക്കിംഗ് ആണോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു, പക്ഷെ ഇത് ഈ മാങ്ങ തുറന്നപ്പോൾ കിട്ടിയൊരു സന്തോഷം, അത് വല്ലാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ. ഒരു പുഴുവിനെ പോലും നമുക്കിതിനകത്ത് കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ മാങ്ങ പറിച്ചെടുക്കുമ്പോൾ 1-2 മാങ്ങ മാവിൽ തന്നെ ഇട്ടേക്ക്. അവരും ഭൂമിയുടെ ജീവനുകളല്ലേ, അപ്പോൾ അവർക്ക് കഴിക്കാനും എന്തെങ്കിലുമൊക്കെ വേണ്ടേ അല്ലേ. എന്നിട്ട് മാങ്ങ ജ്യൂസിൻ്റെ പരസ്യത്തിൽ കാണുന്ന പോലെ ഒന്ന് വെട്ടി നോക്കാൻ ശ്രമിച്ചതാട്ടോ, പക്ഷെ പണി പാളിപ്പോയി. നമ്മളൊന്നും ചെയ്താൽ ശരിയാവില്ലല്ലോ അല്ലേ. എന്നിട്ട് പിന്നെ ഞാൻ സാധാ പോലെ നമ്മൾ ചെത്തി പൂളി വയ്ക്കുന്ന പോലെ മാങ്ങ ചെത്തി വെച്ചു കേട്ടോ. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, നമുക്ക് മാങ്ങയിലൊന്നും ഒറ്റ പുഴുവിനെ പോലും കണ്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മാങ്ങ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കാം. വേറൊരു സംഭവം കാണിച്ചു തരാം. ഇത് മാങ്ങ മുക്കാൻ ഉപയോഗിച്ച വെള്ളമാണ് കേട്ടോ. ഇത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദേ കണ്ടില്ലേ പുഴുക്കൾ. നമ്മൾ കാണാത്ത ഒരുപാട് പുഴുക്കളൊക്കെ മാങ്ങയിലുണ്ടാവും. പക്ഷെ നമ്മളിതുപോലെ വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് മുക്കി വെക്കുമ്പോൾ മാങ്ങ നല്ല ക്ലീൻ ആവുകയും ചെയ്യും കേട്ടോ. അതിൻ്റെ ഉള്ളിലുള്ള പുഴുക്കളൊക്കെ പോവുകയും ചെയ്യും. അപ്പോൾ ഈ ടിപ്പ് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയാനും ഒന്നും മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ.